So hi, hello guys, it's me. Welcome to my channel. It's me, BTG and Gamer Reactions here. So today we are going to show you. Okay, I will show you the controller. It's a Ender. The name is Gamepad. Ender ആണ് എൻഡറിൻ്റെ ബ്രാൻഡാണ്. സോ ബേസിക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന വെബ് ക്യാമും എൻഡറിൻ്റെ ആണ്. സോ അതുകൊണ്ട് എനിക്ക് എൻഡറിൽ കുറച്ച് ഇതൊന്നല്ല, കുഴപ്പമില്ല, കൊള്ളാം. അഫോർഡബിൾ പ്രൈസുമാണ്, ഗുഡ് ക്വാളിറ്റിയുമാണ് ഏകദേശം. സോ ഇതിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു 10-13 വർഷത്തിന് മുന്നേ ഞാൻ എൻ്റെ ഫ്രണ്ട് നോഫൽ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടുണ്ട്. സോ ഓനാണെങ്കിൽ എൻ്റെ പറയും, ഓൻ്റെ ഒരു PS2 ഉണ്ടായിരുന്നു. സോ ആ PS2 ഉള്ള സമയത്ത് നമ്മളോട് തരും, നീ PS2 വെച്ച് കളിച്ചു എന്ന് പറഞ്ഞു. ആ ടൈമിൽ ഏകദേശം ഒരു 10,000 അങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു 9 സംതിങ്ങിനാണ് ഓൻ എടുത്തത്, ഓൻ്റെ വാപ്പ വാങ്ങിക്കൊടുത്തത്. ആ ടൈമിൽ അതൊന്നും ആലോചിക്കാൻ പറ്റാത്ത വിലയായിരുന്നു. സോ അങ്ങനെ ഐ തിങ്ക് ഒരു 2013 or 14 ആ ടൈമിലൊക്കെയാണ്. സോ അങ്ങനെയൊക്കെ അതിന് ശേഷം ഞാൻ ലാസ്റ്റ് ആയിട്ടെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഈ ചാനലൊക്കെ തുടങ്ങി, ഒരു സ്ട്രീമൊക്കെ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണെങ്കിൽ കുറേ പേര് എന്നെ സജസ്റ്റ് ചെയ്തായിരുന്നു ഗെയിം പാഡ് യൂസ് ചെയ്യാത്തത്, ഗെയിം പാഡ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഗെയിം പാഡ് യൂസ് ചെയ്ത് നോക്കാമല്ലോ എന്നുള്ള കാര്യം. സോ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് എൻ്റെ ഗെയിം പാഡ് വിത്ത് വൈബ്രേഷനോടെ. സോ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യണത്, ഈ കണക്ട് ചെയ്തതിന് ശേഷം ഇത് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് മുന്നേ എനിക്ക് പറയുന്നത് വെച്ചാൽ, മുൻപെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കൺട്രോളറോ അല്ലെങ്കിൽ ഗെയിം പാഡോ എന്തെങ്കിലും മേടിക്കുമ്പോഴേ അതിൻ്റെ കൂടെ ഡ്രൈവർ കിട്ടും. സോ അത് വെച്ച് നമ്മൾ അത് ഇൻസ്റ്റാൾ ആക്കാം എന്നുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടായത്. ഇപ്പോഴത്തെ ഈ ഫ്യൂച്ചേഴ്സിൽ ഇപ്പോഴത്തെ ഈ ചിപ്സെറ്റും കാര്യങ്ങളും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ ഇത് ഇൻജെക്ട് ചെയ്യുമ്പോൾ തന്നെ, USB കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻസ്റ്റാൾ ആയിക്കോളും. സോ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സ്പെക്കും കാര്യത്തിലൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മളത് പ്രത്യേകിച്ച് ഇനി ഇൻസ്റ്റാൾ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ ഇല്ലാണ്ട് അതിൻ്റെ ഓപ്ഷൻസ് കാണിക്കുന്നില്ല, യു ഡോണ്ട് ഹാവ് എനി ദാറ്റ്, യു ക്യാൻ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോമിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാം. സോ ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് കണക്ട് ചെയ്ത് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അല്ലടാ, ബ്ലൂടൂത്ത് അല്ല. ബ്ലൂടൂത്ത് വയർലെസ് ആണെങ്കിലും നമുക്ക് നോർമലി അത് ഓട്ടോമാറ്റിക് കണക്ട് ആയ ഉടനെ ഈസി ആയിട്ട് വരും. ഇനി കാണിച്ച് ഇതൊന്ന് കണക്ട് ചെയ്തേക്ക്. ഇത് കുറേ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഫ്യൂച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ USB ഇൻ്റർഫേസ് ആൻഡ് പ്ലഗ് ആൻഡ് പ്ലേ. പ്ലഗ് ആൻഡ് പ്ലേ ജസ്റ്റ് ഫൈൻ. ഇത് കോമ്പറ്റബിൾ വിത്ത് വിൻഡോസ് 98, 2000 ME XP Vista. Do not allow the liquid or small joypad. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറേ ഹെവി വെയിറ്റ് ഉള്ള ഐറ്റംസ് ഒന്നും വെക്കരുത്. പിന്നെ അതുമല്ലാണ്ട് ലിക്വിഡ് ഓർ സ്മാൾ എന്ന് വെച്ചാൽ ഈ വെള്ളം കാര്യങ്ങൾ ഇതിൽ കൊള്ളല്ല എന്നൊക്കെയുള്ള കുറേ കഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് എന്ന് വെച്ചാൽ ഈ വൈബ്രേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ വീട്ടിലുള്ള കൊച്ചു പിള്ളേരൊക്കെ എടുത്ത് യൂസ് ചെയ്യണമെങ്കിൽ ചെറുതായിട്ട് ഒരു വൈബ്രേറ്റും കാര്യങ്ങളും കുറച്ച് എർത്ത് പാസ് ചെയ്യേണ്ട ടൈമുണ്ട്. ടൈമല്ല, ടൈപ്പാണ്. സിംഗിൾ W വൈബ്രേഷൻ. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് കണക്ട് ചെയ്തല്ലോ. ഈ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സാധാരണ ഈ ആനലോഗ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് കത്തും, ഒരു റെഡ് ലൈറ്റ് കത്തും. ഈ റെഡ് ലൈറ്റ് കത്തിയതിന് ശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നേരെ നമ്മൾ സെറ്റിങ്സിൽ പോവുക. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഗെയിം എടുത്ത് വെച്ചിട്ടുണ്ട്, ഫാർ ക്രൈ 5ൻ്റെ. നമ്മൾ സെറ്റിങ്സിലോട്ട് പോവുക. വേറെ സെറ്റിങ്സ് ഇനി അതിനെ കണ്ടുപിടിക്കണോ? അതിൽ നോക്കാം. സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്കിപ്പോൾ ഒരു ഡിവൈസ് അല്ലേ. ഈ ഡിവൈസ് എവിടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ബ്ലൂടൂത്ത് ഡിവൈസിൽ പോകുമ്പോൾ നമുക്ക് ഇതിൽ കൊടുത്തിരിക്കും ഡിവൈസ് എന്നുള്ള ഇതുണ്ട്. ഈ ഡിവൈസിൽ പോവുക. സോറി, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങോട്ട് വെച്ചാൽ, കാരണം ഞാൻ ആ സൈഡ് വെബ് ക്യാമിൻ്റെ ഇത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് വെച്ചുതരാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. സോ നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ബ്ലൂടൂത്ത് ഡിവൈസ്, ഇതൊരു ഡിവൈസ് അല്ലേ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഡിവൈസിൽ പോവുക. ഡിവൈസിൽ പോകുമ്പോൾ ഇവിടെ മൗസ്, കീബോർഡ്, പെൻ, ആഡിയോ, ഡിസ്പ്ലേസ് ആൻഡ് ഡോക്സ്, അതർ ഡിവൈസസ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ പോകുമ്പോൾ നമ്മളിതിൽ പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഈ ഇവിടെ USB ജോയ്സ്റ്റിക്ക് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ. സോ ഇതിപ്പോൾ നമ്മൾ നോർമലി ഇതിപ്പോൾ കൊടുത്തിട്ട് നമ്മൾ സാധാരണ നോർമലി ഇത് ഇങ്ങനത്തെ സ്പെക്കുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ Ryzen 5 അങ്ങനത്തെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിങ്ങനെ കൊടുക്കുമ്പോൾ, ഇപ്പോഴത്തെ പുതിയ സ്പെക്കിലേക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ മോർ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ, മോർ ഓപ്ഷൻ കൊടുക്കുമ്പം അതിൽ റിമൂവ് എന്ന് മാത്രമേ കാണിക്കുള്ളൂ. ഇപ്പോൾ ഇത് കൊടുത്ത റിമൂവ് ഡിവൈസ് മാത്രമേ കാണിക്കുള്ളൂ. സോ നമുക്കത് എക്സ്പ്രസ്, അയ്യോ ഇതിങ്ങനെയുള്ളൂ, നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ വേറെ രീതിയിൽ കാണിച്ച്,
യു ക്യാൻ ഗോ ഡൗൺ. ഓക്കെ, നമ്മൾ താഴോട്ട് പോകുമ്പോൾ മോർ ഡിവൈസ് ആൻഡ് പ്രിൻ്റർ സെറ്റിങ്സ് നടക്കും. അതിൽ പ്രസ് ചെയ്യുക. ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതാവുന്ന കണ്ടോ, ജനറേറ്റ് USB ജോയ്സ്റ്റിക്ക്, ജനറേറ്റ് മോണിറ്റർ, പിന്നെ ബാക്കിയുള്ള നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ സെറ്റപ്പും കൂടെ കാണും. സോ അതിൽ ജോയ്സ്റ്റിക്കിൽ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗെയിം കൺട്രോൾ സെറ്റിങ്സ് എടുക്കുക. ഈ ഗെയിം കൺട്രോൾ സെറ്റിങ്സ് എടുക്കുമ്പോൾ ഇതിൽ മെയിനായിട്ട് ഇതിൽ ചോദിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. എന്താടാ കാണാനില്ലേ ഗെയിം സെറ്റിങ്സ് കൺട്രോൾ? ഇത് ഇത്ര ലാഗ് ആവണു. വന്നല്ലോ. സോറി, ഞാൻ ഗെയിം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഇതിൽ ഞാൻ USB ജോയ്സ്റ്റിക്ക് സ്റ്റാറ്റസ് ഓക്കെ എന്ന് കൊടുത്തുന്ന വേറെ ഇഷ്യൂസ് ഇല്ല. സോ അപ്പം നിങ്ങൾക്ക് ഇഷ്യൂസ് ഇല്ല, ഇത് കണക്റ്റബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം എന്താണ് അറിയേണ്ടത്? ശരി, കണക്റ്റ് ആണ്, ഓക്കെ ആണ്. ഈ സ്വിച്ചസ് ഒക്കെ വർക്ക് ചെയ്യണമെന്ന് അറിയണ്ടേ? ഈ കൺട്രോളേഴ്സിൻ്റെ ഇതെല്ലാം വർക്കിംഗ് ആണോ, അല്ലെങ്കിൽ പ്രോപ്പർ വർക്കിംഗ് ആണോ, ഇല്ല ഇതിൽ കൊടുത്തുള്ള 1 2 4 6 ആ നമ്പേഴ്സൊക്കെ വർക്കിംഗ് ആണ്, L2 LR ഒക്കെ വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ പ്രോപ്പർട്ടീസിൽ പോവുക. പ്രോപ്പർട്ടീസിൽ പോകുമ്പോൾ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഈ ആക്സസ്. അപ്പം നമ്മൾ ഓരോ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇതാ കണ്ടോ, ഇത് കണ്ടോ, ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ആ പോയിൻ്റർ മാറണുണ്ടോ, പ്ലസിൻ്റെ ചെയ്ത് നോക്കുക. അടുത്ത് ഇത് കൊടുക്കുമ്പോൾ ഇസഡ് ആക്സസ് റൊട്ടേഷൻ കറക്റ്റ് ആണോ നോക്കും. ഇങ്ങനെ പിന്നെ പ്രസ് ചെയ്തൊക്കെ നോക്കുമ്പോൾ അത് പ്രസ്സിൻ്റെ രണ്ടാമതാണ്. സോ അതിപ്പോൾ ഓക്കെ ആയി. ഈ രണ്ട് സ്വിച്ചും ഓക്കെ ആയി. അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഞാൻ നോക്കിക്കോളൂ, ഇത് നോക്കിയോ, പോയിന്റ് ഓഫ് വ്യൂ ഹാറ്റ്, ഇത് നോക്കിക്കോളൂ. നമ്മൾ ഈ സൈഡ്, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ഉണ്ടല്ലോ, ലെഫ്റ്റ് സൈഡ് 1 റെഡ് ലൈറ്റ്, ഡൗൺ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ദിസ് ആൾസോ ഫൈൻ. അടുത്ത് ഈ സൈഡ് നമ്മൾ ബാക്കിയുള്ള ബട്ടൺസ് ആണ്. ഈ ബട്ടൺസ് ഒക്കെ എങ്ങനെ നോക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് 1 2 3 4 എന്ന് കിടക്കുന്നില്ലേ, ഇപ്പോൾ ഇതാ കിടക്കണം 1 2 3 4 1 2 3 4, പിന്നെ ബാക്കിയുള്ളത് പിന്നെ നടക്കുന്നു R12 R1 L12. സോ ഇങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുക 1. ഇതിലിപ്പോൾ റെഡ് ലൈറ്റ് കത്തിയാണ്ടോ, സോറി ഗൈസ്, ഇതിലിപ്പോൾ റെഡ് ലൈറ്റ് കത്തും. നമ്മളത് കൊടുക്കും തോറും നമുക്ക് റെഡ് ലൈറ്റ് കത്തും. 1 2 3 4. അപ്പോൾ ഈ 4 സ്വിച്ചസ് വർക്കിംഗ് ആണ്, നമ്മൾ കമ്പ്യൂട്ടറിൽ എടുക്കുന്നുണ്ട്. സോ അതുപോലെ അടുത്ത് 4 കഴിഞ്ഞല്ല 5. അടുത്ത് ഈ സൈഡാണ് 6 7 8. അപ്പോൾ ഈ 8 എണ്ണം ഇത് എത്രയും കറക്റ്റായി. 8 സെലക്ട് 9 10 11 12. സോ എവറിത്തിങ് ഈസ് ഫൈൻ. കാരണം എന്താ വെച്ചാൽ ഈ കൺട്രോളർ വർക്കിംഗ് ആണ്. സോ വർക്കിംഗ് ആയതുകൊണ്ട് നമുക്കിപ്പം നേരെ നമുക്ക് അടുത്തിന് ഗെയിമിലോട്ട് പോകും. ഇതെല്ലാം ഓക്കെ കൊടുക്കുക. അത് നമ്മൾ ചെയ്തിട്ടില്ല, പ്രോപ്പർ വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ സെറ്റിങ്സിൽ മാറ്റാൻ പറ്റും. സോ അത് കൊടുത്ത് അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്ത് ഇത് ഓക്കെ കൊടുക്കുക. ഇത് കഴിഞ്ഞ ഉടനെ നേരെ ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നേരെ ഗെയിമിലോട്ട് പോകാം. ഈ ഗെയിമിലോട്ട് പോകുമ്പം ഇതിപ്പോൾ ഞാൻ ഫാർ ക്രൈ 5 ആണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഗെയിമിലോട്ട് പോകുമ്പോൾ നമ്മൾ നോക്കുക, കണ്ടോ എല്ലാം കറക്റ്റാണ്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. പ്രോപ്പറാണ്, എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്ലി ഫൈൻ. സോ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയണമെന്ന് വെച്ചാൽ യു ക്യാൻ യൂസ് കീബോർഡ് ആൻഡ് ദിസ് ആൾസോ. ഓക്കെ, നിങ്ങൾ ഇതും കളിക്കാം. ഇപ്പോൾ അൺചാർട്ടഡ് ഈ കാർ റേസിങ്സ് ലൈക്ക് എന്താ പറയുക, അൺചാർട്ടഡൊക്കെ എനിക്ക് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയണമെങ്കിൽ നിങ്ങൾ ഇതിൽ കളിക്കുന്നവർക്ക് ഇതിൽ കളിക്കാൻ എളുപ്പമായിരിക്കും. ബട്ട് എൻ്റെ കംഫർട്ടബിൾ എന്നത് കീബോർഡാണ്. അത് എത്ര വലിയ ടഫ് ഗെയിംസ് ആണെങ്കിലും കീബോർഡ് തന്നെയാണ് എൻ്റെ ഏറ്റവും ഇത്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടോ, ഇത് ഫസ്റ്റ് ടൈം ഞാൻ കളിക്കുന്നുണ്ട്. കുറച്ച് ഇതിൽ ഒരേ ഒരു തന്നെ എനിക്ക് ഡൗട്ട്, ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരു ടിക്കുന്നൊരു സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേൾക്കണം, ആ ടൈമിൽ വേണം നിങ്ങൾ ഓടാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്പ്രിൻ്റ് ചെയ്ത് ഓടാൻ പറ്റും. ഇത് നിങ്ങളെ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെയാണ്. ഇതോ ഗൈസ് ഉണ്ടോ, മാന് ഇതോ ഇത് കണ്ടില്ലേ, ദത്തൂറയാണ്. ഇപ്പം നോക്കിയോ ഗൈസ്,
ഉണ്ടോ ഈ ദത്തൂര കൊണ്ടതോടെ. ഒരു മിനിറ്റ് ഞാനേ ഒന്ന് വെടിവെച്ച് കാണിച്ചു തരാം. അവൻ്റെ ഇവനെ കൊന്നുള്ള കുഴപ്പമെന്ന് അറിയാമോ ഗൈസ്? കണ്ട ഇത് എനിക്ക് കൺട്രോളർ കുറച്ച് വേസ്റ്റാണ്. ഇപ്പം നോക്കിയോ ഗൈസ്, ഇവനെങ്ങനെ വയ്ക്കണം വെച്ചിട്ട്. നമുക്ക് പറ്റിയ ഗൈസ് ഇത് തന്നെ ഗൈസ്. ഇവ എവിടെ പോണേ? സോ ഗൈസ്, ഇതിൽ കളിക്കുന്ന പ്രിഫറബിൾ ആണെങ്കിൽ നിങ്ങൾ ഇതിൽ കളിക്കുക, കീബോർഡ് ആണെങ്കിൽ കീബോർഡിൽ കളിക്കുക. ഇത് എൻ്റെ ജസ്റ്റ് റിവ്യൂ മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ എന്തിന് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഈ കാർ റേസിങ് കളിക്കുമ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇതാണ് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കാർ റേസിംഗ് ഒക്കെ വരികയാണെങ്കിൽ. പാടാൻ മൈരികളെ. സോ എനിവേ ഗൈസ്, ഈ റിവ്യൂ ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ മനസ്സിലായല്ലോ ഞാൻ പറയുന്നത് പോലെ. ഇത് അതിൽ നിങ്ങൾ കൺട്രോൾ ഈസി ആയിട്ട്, ഇതിൽ പ്രത്യേകിച്ച് വലിയ പരിപാടി അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കണക്റ്റും ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് റിജക്റ്റും ചെയ്യാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് യൂസും ചെയ്യാം, കളിക്കുകയും ചെയ്യാം. യാതൊരു ഇതിന് വേണ്ടി നിങ്ങൾ ഇനി ക്രോമിൽ ഇപ്പോൾ എക്സ്ട്രാ ഒരു ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓൾഡ് സ്പെക്കൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ നമ്മളുടെ എല്ലാ സ്പെക്കിലും ഏകദേശം ഇത് പ്രോപ്പറാണ്. സോ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും ഒരു ടെൻഷൻ അടിക്കേണ്ട, പെർഫെക്റ്റ് ആണ്. മാക്സിമം ഞാൻ പറയണമെന്ന് വെച്ചാൽ എൻ്ററിനെ മേടിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് അഷ്യൂർ വിഷ്. ഇത് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ അതുപോലെ മേടിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ക്രോമിൽ നോക്കുമ്പോൾ തന്നെ ഏകദേശം കൺട്രോൾ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഇത് വേണ്ട, ഇത് മോസ്റ്റ് ബോറാണ്. ഇപ്പോൾ ഇതൊന്നും വേണ്ട ഗൈസ്, ഇതൊന്നും വേണ്ട. ഇത് വയർലെസ് ആണ്. ഗെയിംസ് വെച്ച് PS4 ഡ്യുവൽ ഷോക്ക് 4 വയർലെസ് USB കൺട്രോളർ കമ്പ്യൂട്ടറിലെ PS4. ഇത് PS4 ഇത് നമ്മുടെ വയർലെസ് ആണ് ഗൈസ്. എന്ന് വെച്ചാൽ നമുക്കിത് സ്പെക്കിലും നമുക്കിത് യൂസ് ചെയ്യാം, കൺസോളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് വയർലെസ് ഡസൻ ഡിഫറൻറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫറൻസ് ഒന്നും കാണില്ല കൺസോളിന് ഇതിനായിട്ടുള്ളത്. പക്ഷേ വയറുള്ളത് മേടിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ കാര്യം, പ്ലീസ് ടൈപ്പ് USB പോർട്ടുള്ളത് മേടിക്കാവൂ. കാരണം USB അത് ഇൻജെക്ട് ചെയ്യേണ്ട മാത്രമേ മേടിക്കാവൂ. എൻ്റെ ഒരു വേറൊരു സ്പെക്ക് ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ല, എടുത്തു. അതും കണ്ടതാണ്. എൻ്റെ വേറൊരു ഇതുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അല്ല, ഞാൻ മുമ്പ് എൻ്റെ ഉണ്ടായിരുന്നതാണ്. ഇതാണ്. ഇതെന്ന് വെച്ചാൽ സോണിയുടെ പ്ലേ സ്റ്റേഷൻ്റെ ഇതാണ്. ഇത് നല്ലൊരു റേറ്റ് ഉണ്ട്. ഏകദേശം ഞാൻ അത് ഒരു പ്ലേ സ്റ്റേഷൻ മേടിക്കാൻ വേണ്ടി മേടിച്ചത് ഏകദേശം എത്ര, ഒരു 1700 സംതിങ് എന്തോ ആയി. അടിപൊളി സാധനമാണ്. ഇത് PS4ൻ്റെ ആണ്. സോ ദാറ്റ്സ് ഫൈൻ. അപ്പം ഇത് PS2ൻ്റെ ആണ്, പഴയത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നിങ്ങൾ വാങ്ങണമെന്ന് വെച്ചാൽ നോക്കി മേടിക്കണം. അത് ഊരി കണ്ടോ, ഇതിവിടെ ഓക്കെ ഗിവ് ഇറ്റ്. ഇത് മേടിക്കുമ്പോൾ നിങ്ങൾ നോക്കി മേടിക്കേണ്ടത് ഈ ഒരു സ്ലോട്ട് തന്നെയാണെന്ന് നോക്കി മേടിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും പോയി ക്യാഷ് കൊടുത്ത് ഇതേപോലത്തെ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ സംടൈം നമ്മൾ ആമസോണിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ലോക്കൽ ഷോപ്സിലൊക്കെ പോകണമെങ്കിൽ സംടൈം അവിടെ ബില്ല് തരത്തില്ല. സോ തിരിച്ചു തരും, മേ ബി അത് എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കും. സോ എനിവേ ചിലപ്പോൾ എക്സ്ചേഞ്ച് ഇല്ലെങ്കിലോ, സോ അത് നിങ്ങളുടെ ക്യാഷ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. സോ അതുകൊണ്ട് മൈൻഡ് യുവർ ക്യാഷ്. ഓക്കെ,
അത് മേടിക്കുന്നതിന് മുന്നേ തന്നെ ആലോചിക്കുക USB ആണോ ഏത് പോർട്ടാണോ, പെട്ടെന്ന് മേടിച്ചു വരില്ല, തുറന്ന് നോക്കി അത് കൺട്രോളൊക്കെ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നോക്കുക. അതർവൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സെറ്റപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സെറ്റിങ്സിൽ പോയി ഡിവൈസ് എടുത്ത് നിങ്ങൾ അത് കൺട്രോൾ ചെയ്ത് നോക്കുക. സോ എനിവേ ഇതത്രേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ കൺട്രോളിനെ കുറിച്ച് ഒരു കാര്യം പറയാൻ വന്നതാണ്. സോ മാക്സിമം കൺട്രോൾ യൂസ് ചെയ്യുന്നവർ കൺട്രോൾ യൂസ്. സോ ബൈ ബൈ, ടാറ്റാ.